US ഇസ്രായേൽ ഇറാൻ യുദ്ധം വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണം ഡിസ്കൗണ്ടഡ് റേറ്റിന് വിൽക്കുന്നു എന്നൊരു തീരുമാനം വന്നിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള ഒരു കാരണം? ഈ ഒരു യുദ്ധം എന്തുകൊണ്ടാണ് സ്വർണത്തെ ഡിസ്കൗണ്ട് റേറ്റിൽ വിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത്? ഇറാൻ ഒരു ഭാഗത്തും അമേരിക്കയും ഇസ്രായേലും മറുഭാഗത്തുമായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ യുദ്ധം വ്യാപാരത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അത് ബാധിച്ചത് എണ്ണയുടെ, ക്രൂഡ് ഓയിൽ, അതുപോലെ പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, ഈ മേഖലകളിലാണ്. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത് സ്വർണ്ണ വ്യാപാരത്തിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയെന്നാണ്. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര കേന്ദ്രമാണ് ദുബൈ. 2025 ലോകത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ 20% ദുബൈ വഴിയാണ് പോയതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ദുബൈയിലെ ഇപ്പോൾ അവര് ട്രോയ് ഔൺസ് എന്ന് പറയും. അതായത് 30 ഗ്രാം ഉള്ള ഒരു അളവാണ് ഒരു ട്രോയ് ഔൺസ്. ഒരു ട്രോയ് ഔൺസിന് $30 ഡിസ്കൗണ്ടിലാണ് ഇപ്പോ ദുബൈയിലെ സ്വർണം വിൽക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ലണ്ടൻ ബെഞ്ച്മാർക്ക് പ്രൈസിനെ അപേക്ഷിച്ച്, അതായത് ലണ്ടനിൽ ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് ഒരു $30 ഒരു ട്രോയ് ഔൺസിന്, അതായത് 30 ഗ്രാമിന് അത്ര കുറവിലാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, കണക്കുകൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതാണ്ട് 1 ഗ്രാമിന് ഇപ്പൊ ഇന്ത്യയിൽ കിട്ടുന്നതിൽ നമ്മുടെ 100 രൂപയുടെ കുറവ് ഈ ലണ്ടനെ അപേക്ഷിച്ച് ദുബൈയിലുണ്ട്. അപ്പോൾ സ്വർണം കള്ളക്കടത്തുകാർക്കൊക്കെ നല്ല സമയമാണ്. സ്വർണം, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ദുബൈയിൽ സാധനം കിട്ടും, എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? ഇതാണ് പ്രശ്നം. അതായത് ദുബൈയിലോട്ടുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദുബൈയിൽ നിന്നും ഈ സ്വർണം മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം, എങ്കിൽ മാത്രമേ ഈ വ്യാപാരം നടക്കുകയുള്ളൂ. ദുബൈയിലേക്ക് സ്വർണം എത്തുന്നത് ആഫ്രിക്കയിൽ നിന്നും, അതായത് ഘാന, ദക്ഷിണാഫ്രിക്ക, അങ്ങനെ പിന്നെ പല രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ, മാലി, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്നും എത്തുന്നുണ്ട്. അത് ദുബൈയിലോട്ട് എത്തുന്നു. ദുബൈയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്നത് മുഖ്യമായിട്ടും ഇന്ത്യയിലോട്ടും ചൈനയിലോട്ടും, ചൈന എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്ങിലോട്ടും ഒക്കെയാണ്. പിന്നെ മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, ദക്ഷിണപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കും ഈ സ്വർണം പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യാപാരം സുഗമമായിട്ട് നടക്കണം. ആ സുഗമമായിട്ട് നടക്കണമെങ്കിൽ ഇന്ത്യയിലോട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ടും ഒക്കെയുള്ള, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും വിമാന സർവീസുകളും അത് കപ്പൽ സർവീസുകളും ഒക്കെ മുടക്കമില്ലാതെ നടക്കണം. പിന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഏതാണ്ട് ഇറാന്റെ പ്രത്യക്ഷ ഉപരോധം തന്നെയാണ്. അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കപ്പൽ മാർഗമുള്ള നീക്കം നടക്കുന്നില്ല. അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടിലും മറ്റ് പലയിടത്തും ഇറാൻ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണത്തിനെ തുടർന്ന് വളരെ കുറച്ച് വിമാന സർവീസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാരണങ്ങളാൽ ദുബൈയിൽ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ കച്ചവടം നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് അവര് ഈ ട്രോയ് ഔൺസ് 30 ഗ്രാമിന് $100 ഡിസ്കൗണ്ട്, $30 ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തി. $100 ഡിസ്കൗണ്ടിലേക്ക് വലിയ ബൾക്കായിട്ട് സ്വർണം എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നും ചില വാർത്തകളുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഈ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിനകത്തിൽ ചെറിയ ഒരു പ്രശ്നമുള്ളത്, സ്വർണത്തിൻ്റെ വ്യാപാരം പൊതുവെ ഇന്ത്യയിൽ ഇപ്പം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ഇത്ര കനത്ത വില കാരണം സ്വർണം പലപ്പോഴും കള്ളപ്പണം കയ്യിലുള്ളവർ മാത്രമാണ് സ്വർണം വാങ്ങിക്കുന്നത്. യഥാർത്ഥത്തിലെ സാധാരണക്കാരന് സ്വർണം, വിവാഹം അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾ, ഇതിനൊക്കെ സ്വർണം വാങ്ങിക്കുന്ന സാധാരണക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ദുബൈ സ്വർണ്ണ വ്യാപാരം തൽക്കാലത്തേക്ക് ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ കണക്കൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിനെ ആധാരപ്പെടുത്തിയിട്ടാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ വാർത്താ ഏജൻസിയാണ് ബ്ലൂംബർഗ്. ബ്ലൂംബർഗ് ആണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഈ ജുവലറി മാർക്കറ്റ്, അതായത് സ്വർണ്ണ ആഭരണങ്ങൾ, അത് പിന്നെ കച്ചവടം നന്നായിട്ട് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള വലിയ പണക്കാര്, കള്ളപ്പണം കയ്യിലുള്ളവർ, ഇവരൊക്കെയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഈ ദുബൈയുടെ ഒരു കണക്ക് പ്രകാരം ദുബൈയിലെ ഒരു ദിവസം 3.5 ടൺ സ്വർണമാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. ലോകത്തിലെ ഏതാണ്ട് 22% സ്വർണം ദുബൈയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വിറ്റ്സർലൻഡാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം വ്യാപാരം നടക്കുന്നതും അതുപോലെ സ്വർണം പ്രോസസ്സ് ചെയ്യുന്നതുമായിട്ടുള്ള രാജ്യം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 110 ബില്യൺ ഡോളറിന്റെ ആ ഒരു വ്യാപാരമാണ് അവിടെ നടക്കുന്നത്. ദുബൈയിൽ വരുമ്പോഴത്തേക്ക് അതൊരു 58-60 ബില്യൺ എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറും, ഡോളർ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ദുബൈയെ ഇറാൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം പലർക്കും ഇപ്പോൾ ഉണ്ട്. അതായത് ആവശ്യമില്ലാതെ UAE പ്രത്യേകിച്ച് ദുബൈയെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ദുബൈയിലെ എയർപോർട്ടിലേക്കും അതുപോലെ പിന്നെ ചില വ്യവസായ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ മിസൈൽ അയച്ചത്. ഇതിൻ്റെ ഒരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ദുബൈയിലെ വലിയ രീതിയിൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ദുബൈ എണ്ണയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു സമ്പദ്ഘടനയല്ല. നമ്മൾ പലരും വിചാരിക്കുന്നത് ദുബായ് ഷെയ്ഖ് എന്ന് പറയുമ്പോൾ വലിയ എണ്ണ വ്യാപാരിയാണ്. ദുബൈ അല്ല, UAE അബുദാബിക്ക് എണ്ണയുണ്ട്, വലിയ രീതിയിൽ എണ്ണയുണ്ട്. ഒരുപക്ഷെ ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിൽ ഒരു 10% അബുദാബിയുടെ കയ്യിലുണ്ട്. പക്ഷേ ദുബൈയിലെ എണ്ണയില്ല. ദുബൈ റിയൽ എസ്റ്റേറ്റ്, വ്യാപാരം, ഈ 2 മേഖലകളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ആ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമ്പദ്ഘടനയെ തകർക്കുന്നത് ഇറാന്റെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇറാന് UAE ലക്ഷ്യം വെച്ചിരിക്കുന്നതും UAEയുടെ വ്യാപാര മേഖലയെ ടാർഗറ്റ് ചെയ്ത് അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അമേരിക്കക്കാർക്ക് ഈ ദുബൈയുടെ വ്യാപാരത്തിൽ വലിയ പങ്കാളിത്തമുണ്ടെന്നും അമേരിക്കൻ നിക്ഷേപം വലുതായിട്ട്, അമേരിക്കയുടെ മാത്രമല്ല മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിക്ഷേപം അവിടെ ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയപ്പെടും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്കുകൾ അനുസരിച്ച് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളായാലും ഡ്രോണുകളായാലും അതിൻ്റെ ഭൂരിഭാഗവും ലക്ഷ്യം വെച്ചിരുന്നത് UAE അല്ലെങ്കിൽ ദുബൈ ഉൾപ്പെടുന്ന UAE ആണ്. ഏതാണ്ട് 800-ലധികം പിന്നെ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും UAE ലക്ഷ്യം വെച്ച് ഇറാൻ അയച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിത് ഞെട്ടിപ്പോകുന്ന ഒരു കണക്കെന്ന് പറയുന്നത് ശരിക്കും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇതിൽ ഏറ്റവും കുറവ്, അതായത് ഈ അറബ് രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാൻ ഏറ്റവും അധികം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പ്രയോഗിച്ചത്. ഇസ്രായേലിന് നേരെ ഏതാണ്ട് 110 ഡ്രോണുകളും മിസൈലും രണ്ടും കൂടെ ചേർത്തിട്ട് 110 വിക്ഷേപിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇസ്രായേലിനോടുള്ള സ്നേഹം മാത്രമാവണമെന്നില്ല. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡിഫൻസ്, എയർ ഡിഫൻസ്, ഇതെല്ലാം തന്നെ കുറച്ചുകൂടെ ശക്തമാണ്. അത് കുറച്ചുകൂടി ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അവരുടെ ഫോഴ്സ് കുറച്ചുകൂടെ ഇതിനെയൊക്കെ നേരിടാൻ പര്യാപ്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയാൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ തിരിച്ച് പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തിയാൽ അത് അത്ര വലിയ അതായിട്ട് തടയപ്പെടില്ല, ലക്ഷ്യസ്ഥാനത്ത് ചിലതെങ്കിലും പോയി വീഴും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ആയിരിക്കാം ഇറാനെ സംബന്ധിച്ച് കൂടുതൽ അവർ ഗൾഫിനെ ലക്ഷ്യം വെക്കുന്നു. മാത്രവുമല്ല, ഈ ഗൾഫിനെ ലക്ഷ്യം വെച്ച് ഗൾഫിലെ വ്യാപാരത്തെയും എണ്ണ വ്യാപാരത്തെയും മറ്റു വ്യാപാരത്തെയും ഒക്കെ തകർത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ പങ്കാളിയായ ഗൾഫ് ഈ യുദ്ധം നിർത്താൻ വേണ്ടി അമേരിക്കയുടെ മേൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലുമാകാം
ഇറാനെ കൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സ്വർണ്ണ വ്യാപാരം ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അതൊരു സാധ്യതയുമാണ്. യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സാധ്യതയാണ്. യഥാർത്ഥത്തിൽ ഈ ഒന്നാം ലോക മഹായുദ്ധമാണ് ടാറ്റയെ, അന്ന് എനിക്ക് തോന്നുന്നത് ജാംഷഡ്ജി നുസർവാൻജി ടാറ്റ, പിന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ JND, അദ്ദേഹം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ട്, അമേരിക്കയ്ക്കും ഒക്കെ, അമേരിക്ക അല്ല ബ്രിട്ടനും അതുപോലെ അവരുടെ സഖ്യകക്ഷികൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വ്യാപാരത്തിലൂടെയാണ് അദ്ദേഹം നേട്ടം കൊയ്തത്. അപ്പോൾ സ്വർണ്ണ വ്യാപാരത്തെ ഈ രീതിയിൽ ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം ബാധിച്ച സ്ഥിതിക്ക് ഇതിലൊരു ഒരു വലിയ അവസരം തുറന്നു വന്നിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ബൾക്ക് ബയേഴ്സിന് $100 വരെ ഡിസ്കൗണ്ട് ഉണ്ട് ട്രോയ് ഔൺസിന്. ഇത് ഉപയോഗിച്ച് ഈ സ്വർണം ഇന്ത്യയിലോട്ടോ ചൈനയിലോട്ടോ കടത്താനുള്ള മറ്റ് ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു അവസരമാണ്. സ്വർണ്ണ വ്യാപാരത്തിന്റെ നിയന്ത്രണം പുതുക്കെ അത്തരം ആൾക്കാരുടെ കയ്യിലേക്ക് പോകും. അങ്ങനെയുള്ള ആയുധശേഷിയും അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം കൊണ്ട് സ്വർണ്ണ വ്യാപാരത്തിന്റെ നിർണായകമായ ഒരു ഹോൾഡ് അവരിലേക്ക് പോകാം. മലയാളികളായ ഒരുപാട് പേര് ദുബൈയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധം എപ്പോഴും ഒരു അവസരമാണ്. ഈ പിന്നെ ഇത്തിരി ക്രൂരമാണെങ്കിലും ഞാൻ ഫെഡറിക് നീഷെ എന്ന ജർമ്മൻ ചിന്തകൻ ഒരിക്കൽ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, വാർ ഈസ് ദ മദർ ഓഫ് ഓൾ ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞു. ലോകത്തിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും മാതാവാണ് യുദ്ധം എന്ന് പറഞ്ഞു. എല്ലാ കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളത് യുദ്ധകാലഘട്ടത്തിലാണ്. എല്ലാ മാറ്റങ്ങളുടെ മുഴുവൻ ചാലകശക്തിയാണ് യുദ്ധം. എല്ലാം ഒന്ന് ഉടച്ചു വാർക്കപ്പെടും. ഒരുപാട് ക്രൂരതകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതിൽ നിന്നും ഒരു പുതിയ ലോകം ഉയർത്തെഴുന്നേൽക്കും. അതാണ് യുദ്ധം മനുഷ്യരാശിക്ക് എന്ന സേവനം. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഫെഡറിക് നീഷയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മറുവശവും കൂടിയുണ്ട് എന്ന് സൂചിപ്പിക്കാനും നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ചില ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.